ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ചെടികളൊക്കെ വാടിപ്പോകാതിരിക്കാനും വേണ്ടി എന്താണ് ഞാൻ ചെയ്തതെന്നാണ് നിങ്ങളോട് പറയുന്നത്. നമ്മളെ ചെടികളെ നമ്മൾ നട്ടുകൊടുത്താൽ മാത്രം പോരാ, കൃത്യമായ ഇടവേളകളിൽ അതിനെ നനച്ചുകൂടെ കൊടുക്കണം. അപ്പോഴേ ചെടികൾ വൃത്തിക്ക് വളർന്നു വരുള്ളൂ. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ വീട് വിട്ട് മാറി നിൽക്കേണ്ടി വരുമ്പോൾ ചെടി നനയ്ക്കണമല്ലോ എന്നുള്ള ആശങ്കയുള്ളവർക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതിനുവേണ്ടി നമ്മുടെ വീട്ടിലുള്ള കാലി കുപ്പികളിലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഏതെങ്കിലും കാലി കുപ്പികൾ മതി. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. ഡ്രിപ്പ് സ്പൈക്സ് ഫോർ പ്ലാന്റ്സ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കും കിട്ടും. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നമ്മുടെ ചെടിയുടെ വലുപ്പവും അതേപോലെ തന്നെ എത്രമാത്രം വെള്ളം വേണ്ട ചെടിയാണെന്നും നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ബോട്ടിൽസ് സെലക്ട് ചെയ്യേണ്ടത്. 1-2 ദിവസത്തേനാണ് നമ്മൾ പോകുന്നതെങ്കിൽ ചെറിയ ഇത്രയുള്ള ബോട്ടിൽ മതി. ഞങ്ങളൊരു 4-5 ഡേയ്സ് ആണ് പോയത്. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴുള്ള ചെടിയുടെ അവസ്ഥയാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. ഒട്ടും വാട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ല ഉഷാറായിട്ട് തന്നെ ചെടികൾ നിന്നു കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോട്ടിലിൻ്റെ ആ മൂടി ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ ക്യാപ്പ് ശരിക്കും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നത് അതിൻ്റെ സൈഡിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. തന്നിരിക്കുന്ന സ്പേസിലേക്ക് ആ ബ്ലാക്ക് കളർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് അവിടെ സെറ്റായി അങ്ങനെ നിന്നോളും. നല്ലൊരു എഡ്ജ് ഉള്ളതുകൊണ്ട് തന്നെ ഈ അറ്റം ഇങ്ങനെ ഷാർപ്പനായി നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് മണ്ണിലോട്ട് കുത്തിയിറക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ബോട്ടിലിൽ വെള്ളം നിറച്ച് കൊടുക്കാം. ഫുള്ളായിട്ടും വെള്ളം നിറച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നമ്മൾ സാധാ കുപ്പിയുടെ മൂടി അടയ്ക്കണ പോലെ തന്നെ അടച്ചെടുക്കാം. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് ചെടിയിൽ എങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ ഒരു ഇൻഡോർ പ്ലാന്റിലാണ് ഇത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ മണ്ണിലോട്ട് അങ്ങ് കുത്തി ഇറക്കിയാൽ മതി. ആ ക്യാപ്പില്ലേ ബ്ലാക്ക് കളറിലുണ്ടായിരുന്നേ അവിടെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അത് ഓപ്പണും ക്ലോസുമാണ്. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ വെള്ളം ഇങ്ങനെ ഡ്രോപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്ലാന്റ്സിന് ഇത് വാട്ടർ ചെയ്യുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഗാർഡനിൽ ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇതേപോലെ മറ്റെന്തെങ്കിലും മെത്തേഡ്സ് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആയതാണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയാം ഏത് രീതിയാണ് നിങ്ങൾ ഉപയോഗിച്ചതെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ടാറ്റാ ബൈ സീ യു.